ഭൂകമ്പ ഭീതിയിൽ വീണ്ടും മ്യാൻമർ. മാർച്ച് 28-ന് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് മ്യാൻമറിനെ പിടിച്ചുകുലുക്കിയത്. തായ്വാനിലെ ബാങ്കോക്ക് വരെ കുലുങ്ങിയ ഭൂകമ്പത്തിന്റെ കെടുതിയിൽ നിന്ന് രാജ്യം പൂർണ്ണമായും മുക്തമായിട്ടില്ല. ദുരിതാശ്വാസ പ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ഭൂകമ്പത്തിൽ 3649 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിനിടയിലാണ് ആശങ്ക ഉയർത്തി മറ്റൊരു ഭൂകമ്പം മ്യാൻമറിൽ രേഖപ്പെടുത്തിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം മധ്യ മ്യാൻമറിലെ ചെറുനഗരമായ മെക്തിലയിലാണ് അനുഭവപ്പെട്ടത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മ്യാൻമറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ മണ്ടയിലേക്ക് സമീപമാണ്. മാർച്ച് 28-ലെ ഭൂകമ്പത്തിൽ മണ്ടയിലേക്ക് സാരമായ നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ഭൂകമ്പത്തിൽ വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാർച്ച് 28-ലെ ഭൂകമ്പത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണ് ഞായറാഴ്ച അനുഭവപ്പെട്ടത്. ഭൂകമ്പം അനുഭവപ്പെട്ടതോടെ കെട്ടിടങ്ങളിൽ നിന്ന് ആളുകൾ ഇറങ്ങിയോടിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലും തജിക്കിസ്ഥാനിലും കുലുക്ക് അനുഭവപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. 1 മണിക്കൂറിൽ 4 ചലനങ്ങളാണ് ഉണ്ടായതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഇത് മധ്യേഷ്യയിലും ദക്ഷിണേഷ്യയിലും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹിമാലയൻ പട്ടണങ്ങളിൽ മുതൽ മധ്യേഷ്യൻ നഗരങ്ങളിൽ വരെ ഭൂചലനം അനുഭവപ്പെട്ടു. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിൽ രാവിലെ 9 മണിയോടെ ആദ്യത്തെ ഭൂകമ്പം ഉണ്ടായി. അവിടെ 5 കിലോമീറ്റർ ആഴത്തിൽ 3.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു. തൊട്ടു പിന്നാലെ മധ്യ മ്യാൻമറിലെ മെക്തിലയ്ക്ക് സമീപം 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:54-ന് തജിക്കിസ്ഥാനിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി. 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത്. ഞായറാഴ്ച രാവിലെ ഉണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത്. തുടർന്ന് രാവിലെ 10:36-ന് 3.9 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പം പ്രദേശത്ത് അനുഭവപ്പെട്ടു. വീണ്ടും 10 കിലോമീറ്റർ താഴ്ചയിലാണ് ചലനം അനുഭവപ്പെട്ടത്. ഇതോടെ മേഖലയിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്.